من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقد قال سيدنا محمد صلى الله عليه وسلم إني قد أعلم حجرا كان يسلم علي قبل أن أبعث أو كما قال صدق رسول الله صلى الله عليه وسلم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد زينة الدنيا وبهجتها محمد كاشف الغمات والظلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള ഉലമാക്കളെ, സാദാത്തുക്കളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പഞ്ചദിന സീറ പ്രഭാഷണത്തിൻ്റെ 2ാം ദിവസത്തിലാണ് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ അൽ അമീൻ എന്ന തലവാചകത്തിലാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുത്തുറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മത്തോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില അത്ഭുത സംഭവങ്ങളെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാദൃശ്ചികമായി ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലെന്നും സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത് മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരിലൂടെ വിളംബരപ്പെടുത്തി, വേദഗ്രന്ഥങ്ങളിലൂടെ പരിചയപ്പെടുത്തി, കാലം കാത്തിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുപ്പിറവി നടന്നത് എന്നും നമ്മൾ പരാമർശിച്ചു. ക്രിസ്താബ്ദം 571 ഏപ്രിൽ മാസം 23 ആനക്കലഹ സംഭവം കഴിഞ്ഞ്
50-ാം ദിവസം റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയത്താണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മമുണ്ടായത് എന്ന് വളരെ പ്രസിദ്ധമായ അഭിപ്രായമാണ്. ആ ജന്മവും സാധാരണക്കാരന്റെ ജന്മം പോലെ ആയിരുന്നില്ല. അവിടുത്തെ ജീവിതത്തിൽ എല്ലായിടത്തും പ്രത്യേകമായ അള്ളാഹുവിൻ്റെ ഒരു റിആയത്ത്, ഒരു പരിഗണന നമുക്ക് ദർശിക്കാൻ കഴിയും. അതിൻ്റെ ഭാഗമായി തന്നെ ആ തിരുജന്മം നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, എനിക്ക് അല്ലാഹു നൽകിയ ബഹുമാനത്തിന്റെ ഭാഗമായി എൻ്റെ ഔറത്ത് ഒരാളെയും അല്ലാഹു തആല കാണിച്ചിട്ടില്ല. ജനന സമയത്തു തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായാണ് മുത്തുനബിയുടെ തിരുപ്പിറവി ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ശരീരത്തിൽ സാധാരണ പ്രസവിക്കപ്പെടുന്ന സമയത്തുണ്ടാകാറുള്ള മാലിന്യങ്ങളൊന്നും പുരണ്ടിരുന്നില്ല. കണ്ണിന് സുർമ എഴുതപ്പെട്ട വിധത്തിൽ സുജൂദിലായി വീണുകൊണ്ട് അതിനുശേഷം തലയും കൈയും ആകാശത്തേക്ക് ഉയർത്തി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി ഉണ്ടായത് എന്ന് ആ സംഭവങ്ങൾ ഉദ്ധരിച്ച പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയത് കാണാം. പ്രസവത്തിന്റെ സമയത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹ തുടങ്ങിയ പ്രവാചകരുടെ സ്വർഗത്തിലെ ഇണകളായി മാറുന്ന ആ വനിതകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പിറവിയുടെ നേരത്ത് അവിടത്തെ ഏറ്റെടുത്തത്, പ്രസവമെടുത്തത് മഹദിയായ ശിഫ റളിയല്ലാഹു അൻഹയാണ്. മഹാനായ ഉമ്മു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായിരുന്നു അവര്. അതേപോലെ തന്നെ കുളിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്തത് ഉമ്മു ഐമൻ എന്ന് പേരുള്ള തന്റെ പിതാവിന്റെ അനന്തരമായി ലഭിച്ച അടിമ സ്ത്രീയായിരുന്നു. ആ അത്ഭുതകരമായ ജനനം നടക്കുന്ന സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പരിശുദ്ധ കഅബയിലാണ്. ആ സന്തോഷ വാർത്ത മഹാനുഭാവന്റെ കാതിലേക്ക് എത്തിച്ചു കൊടുത്തയാള് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മരുമകൾ ഒരത്ഭുത കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, പൂർണ്ണ കുട്ടിയായിട്ടല്ലേ പിറന്നത്, എന്താണ് അത്ഭുതം? അപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് പരിശുദ്ധ കഅബയിലേക്ക് കൊണ്ടുപോയി പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവിടുന്ന് പാടിയ പാട്ട്, പ്രവാചകരെ ആ ജനന ദിവസം തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ചൊല്ലിയ കവിത ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലാമ ത്വയ്യിബൽ അർദാനി ഖസ്സാദ ഫിൽ മഹ്ദി അലൽ ഉൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി എന്നിങ്ങനെ തുടങ്ങി സുദീർഘമായ പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മൗലിദിന്റെ വരികളെന്ന് പറയാം. ആ ജനിച്ച ദിവസം തന്നെ അവിടുത്തെ വല്യുപ്പ വിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുന്ന് പാടി. അങ്ങനെ നേരത്തെ മഹാനവറുകളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കപ്പെട്ടതുപോലെ, ആമിന ബീവി റളിയല്ലാഹു അൻഹാക്ക് സ്വപ്നത്തിലൂടെ അള്ളാഹു കാണിച്ചു കൊടുത്തതുപോലെ അന്നു തന്നെ മുഹമ്മദ് എന്ന് പേരിട്ടു. പിന്നീട് 7-ാം ദിവസം അഖീഖ അറുത്തു കൊടുക്കുന്ന അന്ന് ആ പേര് പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം തന്നെ തീർത്തും അസാധാരണമായ
അത്ഭുതങ്ങളുടെ അകമ്പടിയോടുകൂടെയായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മുഹമ്മദ്, അതിലൊന്നാണ് അഹ്മദ്. അതുപോലെ തന്നെ നബി തങ്ങൾക്ക് വേറെയും ധാരാളം പേരുകളുണ്ട്. ആഖിബ്, ഹാഷിർ, ഇങ്ങനെ തുടങ്ങി ബഷീർ, നദീർ, ഇങ്ങനെ അല്ലാഹു തആല തന്നെ പരിചയപ്പെടുത്തിയ ഒരുപാട് നാമങ്ങളുണ്ട്. ഈ നാമങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ജന്മത്തിന് മുമ്പ് തന്നെ അല്ലാഹു തആല വെച്ചു കൊടുത്തിട്ടുള്ള പേരുകളാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയപ്പോൾ അവിടുന്ന് പാടിയത് കാണാം. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ ബഹുമാനിക്കാൻ വേണ്ടി തന്റെ നാമത്തെ പിളർത്തിയിരിക്കുകയാണ്. വശഖലഹു മിൻ ഇസ്മിഹി ലിയുജില്ല. മുത്തുനബിയെ ബഹുമാനിക്കാൻ സ്വന്തം നാമത്തെ അല്ലാഹു പിളർത്തി. എങ്ങനെയാണത്? ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു. അർശിന്റെ അധിപനായ അല്ലാഹു അവന് സ്വീകരിച്ച പേര് മഹ്മൂദ് എന്നാണെങ്കിൽ അതിലുള്ള ഒരു വാവിനെ ഇളക്കി മാറ്റിയാൽ മുഹമ്മദ് എന്നായി. അപ്പൊ സ്വന്തം പേരിൽ നിന്ന് തന്നെ മുത്തുനബിക്ക് പേര് നൽകി ആ അള്ളാഹുവിന്റെ ഹബീബിനെ പടച്ച തമ്പുരാൻ ആദരിച്ചിരിക്കുന്നു എന്ന് അവിടുത്തെ ശിഷ്യനും പ്രഗൽഭ കവിയുമായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രകീർത്തിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ കുഞ്ഞായി അവിടുത്തെ വീട്ടിലതാ വളരുകയാണ്. ആ ജനനം തന്നെ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ജനനമായിരുന്നു. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, അന്നുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്നും പ്രവാചക നിയോഗത്തിന്റെ സൂചനകളായിരുന്നു. സാവാ തടാകം പറ്റിയത് കാലങ്ങളായ ആളുകൾ ദിവ്യത്വം ചാർത്തി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു നദീതടമായിരുന്നു അത്. ആയിരക്കണക്കിന് വർഷക്കാലമായി കെട്ടുപോകാൻ സമ്മതിക്കാതെ കത്തിച്ചു കാവൽ നിന്ന അഗ്നികുണ്ഡമാണ് കെട്ടുടുങ്ങിപ്പോയത്. ജനങ്ങൾ ദിവ്യത്വം ആരോപിച്ച് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളും സ്തൂപങ്ങളും ആരാധിക്കപ്പെട്ടപ്പോൾ അതാണ് തലകീഴായി മറിഞ്ഞത്. ഇതെന്തിന്റെ സൂചനയായിരുന്നു? ഈ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മനുഷ്യർക്ക് പറ്റിയ പാകപ്പിഴവുകൾ തിരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന സൂചനയായിരുന്നു. അന്ന് തന്നെ അതാ കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് 14 ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടിരുന്നു. അത് പിന്നീട് പുലരുകയാണ്. പ്രവാചകരുടെ ജന്മത്തിനു ശേഷം 14 രാജാക്കന്മാരാണ് കിസ്റയുടെ ഭരണത്തിലുണ്ടായിരുന്നത്. അതിൽ 14-ാമൻ യസ്ദജർദ് എന്നു പേരുള്ള രാജാവായിരുന്നു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ രാജാവ് പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തതോടുകൂടി അവരുടെ രാജപരമ്പര തകരുന്നു. അതാണ് അന്ന് ആ സ്വപ്നം കണ്ടത് പിന്നീട് പുലരുകയാണ്. ബുസ്റായിലേക്ക് 2 തവണ പ്രകാശം പോകുന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടിരുന്നു. ആ പ്രസവത്തിന്റെ സമയത്ത് ബുസ്ര എന്ന നഗരം അന്ന് അറേബ്യയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ആ പ്രദേശത്തേക്ക് മുത്തുനബി 2 പ്രാവശ്യം യാത്ര പോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അന്നത്തെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്ന് പിന്നീട് പുലരുകയും അന്ന് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പ്രസവ സമയത്ത് കണ്ട പ്രകാശത്തിൽ ഏതൊക്കെ രാഷ്ട്രങ്ങൾ കണ്ടോ ആ രാജ്യങ്ങളെല്ലാം പ്രവാചകരുടെ ആദർശത്തിന്റെ കീഴിലേക്ക് വന്നതായി ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെയുള്ള ആ അത്ഭുത ജനനം കഴിഞ്ഞ് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നത് പ്രിയ ഉമ്മ തന്നെയാണ്, ആമിന ബീവി റളിയല്ലാഹു അൻഹയാണ്. അതോടൊപ്പം തന്നെ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അബൂലഹബ് വിമോചിപ്പിച്ച അടിമ സ്ത്രീ മുത്തുനബിയുടെ ജന്മവാർത്ത അറിയിച്ച ഉടനെ സന്തോഷത്താൽ ആ അടിമ സ്ത്രീയെ അബൂലഹബ് ഇത്ഖ് ചൊല്ലുകയായിരുന്നു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. ഇതും ഈ ജനിച്ച കുട്ടി അടിമത്വ വിമോചനത്തിന്റെ പ്രവാചകനാണ് എന്ന് വിളംബരപ്പെടുത്തുന്ന സൂചനയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്
പിന്നീട് ഘട്ടം ഘട്ടമായി അടിമത്വ നിർമാർജനത്തിന് ലോകതലത്തിൽ തുടക്കം കുറിച്ചത് എന്ന് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തുള്ള ഒരു കുഞ്ഞായി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുകയാണ്. അന്നത്തെ അറബികളുടെ പതിവനുസരിച്ച് മുലയൂട്ടാൻ ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന രീതിയുണ്ട്. അതിനുവേണ്ടി ഗ്രാമപ്രദേശത്തുള്ള സഹോദരിമാര് അതൊരു തൊഴിലായി സ്വീകരിക്കുകയും നഗരപ്രദേശങ്ങളിൽ വന്ന് വലിയ വലിയ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി ദത്തെടുക്കുകയും ചെയ്യും. അതിന് പകരമായി അവർക്ക് നല്ല കൂലി കൊടുക്കും. ഈ രീതിയിൽ ത്വായിഫിനും അപ്പുറത്തു നിന്ന് ഒരുപാട് സഹോദരിമാര് മക്കയിലേക്ക് വന്നു. പ്രഗത്ഭ കുടുംബങ്ങളിൽ നിന്ന് മക്കളെ മുലയൂട്ടാൻ വേണ്ടി ഏറ്റെടുക്കുന്നതിനു വേണ്ടി. ആ കൂട്ടത്തിൽ വന്ന ഒരു മഹദിയായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അവരും ഭർത്താവും മക്കയിലേക്ക് വരുമ്പോൾ അവരുപയോഗിച്ച ഒരു ചാവാലിയായ ഒട്ടകമുണ്ടായിരുന്നു. സഹയാത്രികരുടെ കൂടെ ഈ ഒട്ടകം എങ്ങനെയായിട്ടും നടന്നിട്ടെത്തുന്നില്ല. അവസാനം കൂടെയുള്ളവർ പറഞ്ഞു, ഇനി നിങ്ങളെ കാക്കാൻ കഴിയില്ല, നിങ്ങൾ അങ്ങനെ പോന്നാൽ മതി, ഞങ്ങൾ വേഗം പോകാം. അങ്ങനെ അവരെല്ലാവരും മക്കയിൽ വന്നു. പ്രമുഖ കുടുംബങ്ങളിൽ ചെന്ന് നല്ല പണക്കാരുടെ മക്കളെ അവരൊക്കെ ദത്തെടുത്തു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോഴേക്ക് ഇനി മുലയൂട്ടാൻ പാകത്തിലുള്ള സമ്പന്നരുടെ മക്കളാരുമില്ല. അപ്പൊ ആരോ പറഞ്ഞു, ഒരു അനാഥ ബാലനുണ്ട്, വാപ്പ മരണപ്പെട്ടു പോയതാണ്, വലിയ സംഖ്യ ഒന്നും കിട്ടൂല, നിങ്ങളൊന്ന് പോയി നോക്കൂ. അങ്ങനെയാണ് ഹലീമ ബീവിയും ഭർത്താവും മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ചെന്ന് ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിയപ്പോൾ അതാ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു, അസല്ലാഹു അൻ യജ്അല ലനാ ഫീഹി ബറകാ. ഹലീമ, നമുക്ക് ഈ കുഞ്ഞിനെ എടുക്കാം. ഈ കുഞ്ഞിൽ അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് തരും, നന്മ വർദ്ധിപ്പിച്ചു തരും. കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊരു നല്ല ലക്ഷണമുള്ള കുട്ടിയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് സന്തോഷത്തോടെ ആദ്യമായി ഒന്ന് മുലപ്പാൽ കൊടുക്കാൻ ശ്രമിച്ചു. എനിക്കൊരസുഖം ഉണ്ടായിരുന്നു. എന്താ? മഹദി പറയുന്നു, എൻ്റെ വലത് മുലയിലൂടെ പാല് ചുരത്തൂല, ഇടത് മുലയിലെ പാലുള്ളൂ. പക്ഷെ ഞാൻ ഈ കുട്ടിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ കണ്ട് പെട്ടെന്ന് മുല കൊടുത്തു നോക്കുമ്പോൾ അറിയാതെ വലത് മുലയാണ് ഞാൻ വായിൽ വെച്ചു കൊടുത്തത്. അത്ഭുതമെന്ന് പറയട്ടെ, തൽസമയം ആ സ്തനത്തിലൂടെ അതാ പാല് ചുരത്തുന്നു. അങ്ങനെ സന്തോഷത്തോടെ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ്. ഭർത്താവ് പറഞ്ഞതുപോലെ ബറക്കത്തുള്ള കുട്ടിയാണ്. അങ്ങനെ അതാ മുലയൂട്ടാൻ വേണ്ടി കുഞ്ഞിനെ ഹലീമ ബീവിക്ക് കൈമാറുന്നു. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ടതാ അവരാ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ആരംഭിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സഹയാത്രികർ മുഴുവനും ഞെട്ടിപ്പോയി. മക്കയിലേക്ക് വരുന്ന സമയത്ത് നടക്കാനാകാതെ ക്ഷീണിച്ച ആ ചവത ഒട്ടകമതാ ഇപ്പോൾ അതിശീഘ്രം കുതിക്കുകയാണ്. എല്ലാ യാത്രികരെയും പിന്നിലാക്കി ഹലീമ ബീവിയും മുത്തുനബിയും കയറിയ ആ വാഹനം അതിശീഘ്രം ഓടുകയാണ്. എങ്ങനെ ഓടാതിരിക്കും? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഹിച്ച് ഒന്ന് യാത്ര പോകാൻ ഭാഗ്യം കിട്ടിയ ആ ഒട്ടകത്തിന്റെ ആവേശമാണ്. എല്ലാവരെയും പിന്നിലാക്കി സ്വന്തം നാട്ടിൽ ആദ്യമായി എത്തിച്ചേരുന്നത് ഹലീമ ബീവിയും അവിടുത്തെ ഭർത്താവുമാണ്. സുബ്ഹാനല്ലാഹ്, ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയപ്പോൾ പിന്നീട് അവിടെയെല്ലാം വളരെയധികം പച്ചപ്പ് കാണുകയാണ്. കടുത്ത വേനലിന്റെ ദുരിതത്തിലാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ അവിടുന്ന് അവർ വരുന്നത്. ആകെ വരൾച്ച ബാധിച്ച് കൃഷിയൊക്കെ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ്. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീനായ കുഞ്ഞിനെയുമായി ഹലീമ ബീവി വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഈന്തപ്പനകളിലും പാകമായ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പന കുലകളാണ്. പാല് വറ്റിയ ഒട്ടകങ്ങളും ആടുകളും ഒക്കെ പാല് ചുരത്തുകയാണ്. വലിയ അത്ഭുതം ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഈ കുഞ്ഞ് വീട്ടിലെത്തിയതോടെ മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു. ഒരിക്കൽ പോലും ഇടതു മുല വായിൽ വെച്ച് കൊടുത്താൽ അന്ന് കുട്ടി കുടിക്കാറില്ല.
വലത് മുല മാത്രമാണ് കുടിക്കുക. കാരണം മുലയൂട്ടുന്ന ഉമ്മമാർക്ക് സ്വന്തമായി മക്കൾ ഉണ്ടാവുമല്ലോ. അതാണ് ലമ്രത്ത് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുള്ള എന്ന് പേരുള്ള ഒരു കുട്ടി ഹലീമ ബീവിക്കുണ്ട്. ഇടത് മുല ആ കുഞ്ഞിന് വേണ്ടി മാറ്റിവെക്കുന്ന അസാധാരണ വിവേകം ഈ മുല കുടിക്കുന്ന പ്രായത്തിൽ മുത്തുനബി പ്രകടിപ്പിച്ചിരുന്നു. നബി തങ്ങൾ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. മുല വലതു മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. പണ്ഡിതന്മാര് പറയുന്നു, നേരത്തെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് വലത് മുലയിലൂടെ പാല് വരാതിരുന്നത് അത് മുത്തുനബിക്ക് വേണ്ടി അള്ളാഹു കാത്തു സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി മഹദിയുടെ വീട്ടിലുണ്ടാകുകയാണ്. 2 കൊല്ലം പൂർത്തിയായി. ഇടക്കിടക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹയും അബ്ദുൽ മുത്തലിബ് തങ്ങളും കുഞ്ഞിനെ കാണാൻ അങ്ങോട്ട് പോകും. ഇടയ്ക്ക് അവർ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഇടക്കൊക്കെ ബന്ധം പുലർത്തി. എന്നാൽ 2 വയസ്സ് പൂർത്തിയായപ്പോൾ മുലകുടി നിർത്തി. ഇനി കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കണം. പക്ഷേ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാക്ക് മനസ്സ് വരുന്നില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയ ഈ കുഞ്ഞിനെ ഇനി നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? എങ്ങനെയെങ്കിലും കുട്ടിയെ കുറച്ചും കൂടി നമ്മളെടുത്ത് താമസിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച്, ഏതായിരുന്നാലും 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു നൽകുക എന്ന നിബന്ധന മാനിച്ച് അവർ മക്കയിലേക്ക് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് മക്കയില് പ്ലേഗ് രോഗം ബാധിച്ച് വ്യാപകമായി മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാക്ക് ഒരു തന്ത്രം തോന്നി. ആമിന ബീവിയോട് പറഞ്ഞു, ബീവി, ഈ സമയത്ത് നിങ്ങൾ ഈ കുഞ്ഞിനെ ഇവിടെ താമസിപ്പിക്കരുത്. ഇപ്പോൾ ഞാൻ തന്നെ കൊണ്ടുപോകാം. ഈ രോഗമൊക്കെ മാറിയതിനു ശേഷം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ആ സമയത്തതാ കുടുംബങ്ങളുമായി ആലോചിച്ച് ആ അഭിപ്രായം സ്വീകരിക്കുകയും ത്വായിഫിന്റെ ഭാഗത്തുള്ള വീട്ടിലേക്ക് ഹലീമ ബീവിയോടൊപ്പം മുത്തുനബി അതാ തിരിച്ചു പോരുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും 2 വർഷക്കാലവും കൂടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹാക്ക് മുത്തുനബിയെ പരിലാളിക്കാനും പോറ്റി വളർത്താനും ഭാഗ്യം കിട്ടുകയാണ്. ആ സന്തോഷദായകമായ ജീവിതം ലമ്രത്തിന്റെ കൂടെയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലെ ശരിയായ അറബ് ഭാഷ പഠിച്ച് നല്ല ആരോഗ്യവാനായി മുത്തുനബി വളരുന്നു. 4 വയസ്സായ സമയത്താണ് ആ മഹാ അത്ഭുതം നടക്കുന്നത്. അഥവാ അവിടത്തെ നെഞ്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം അവിടെ സംഭവിച്ചു. മഹാന്മാരായ പണ്ഡിതന്മാർ സ്വഹീഹായ പരമ്പരയോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം ഒക്കെ ആ സംഭവം ഉദ്ധരിച്ചത് കാണാം. ഫത്ഹുൽ ബാരിയിൽ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി 3 തവണ മുത്തുനബിക്ക് നെഞ്ച് ഓപ്പറേഷൻ നടന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ 4 തവണ നടന്നതായും പറയുന്നുണ്ട്. അതിലാദ്യത്തേത് അവിടത്തെ ഈ 4ാമത്തെ വയസ്സിലുള്ള ഈ ഓപ്പറേഷനാണ്. ലമ്രത്തിന്റെ കൂടെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും വന്ന് മുത്തുനബിയെ പിടിക്കുകയും അവിടത്തെ നെഞ്ചു പിളർത്തി ഒരു കറുത്ത വസ്തു എടുത്ത് കളയുകയും ഇത് പിശാചിന്റെ വിഹിതമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്ത് ഹൃദയം പൂർവസ്ഥിതിയിൽ തന്നെ വെച്ച് അതിനെ സുഖപ്പെടുത്തിയതാണ് ആദ്യത്തെ സംഭവം. അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു കാരണം എന്താ? പിശാചിന്റെ വിഹിതം എടുത്തു മാറ്റീന. അപ്പൊ ചെറിയ കുട്ടിയായ കാലം മുതൽക്ക് തന്നെ പൈശാചികമായ ഒരു ദുർബോധനത്തിനും വശംവദനാവാത്ത വിശുദ്ധ ജീവിതം പ്രവാചകർക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ചെയ്ത ഒരു രീതിയാണിത്. ഇവിടെ ചോദിക്കാം, അങ്ങനെ ചെയ്യണമെന്നുണ്ടോ അള്ളാഹ്ക്ക് ജനിക്കുന്ന സമയത്ത് തന്നെ അതവിടെ കൊടുക്കാതിരുന്നാ പോയെന്നൊക്കെ ചോദിക്കാം. പക്ഷെ അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. പടച്ചോൻ ചെയ്യുന്നതിന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. അതിലൊക്കെ അള്ളാഹുവിന് ചില ഹിക്മത്തുകൾ ഉണ്ടാവാം. അങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കാത്ത എന്തെങ്കിലും സംഭവങ്ങൾ, ശാസ്ത്രീയമായ അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവചിച്ചിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ എന്ന്. അതിൽപ്പെട്ടതായി ഇത്. ആ കാലത്തൊന്നും ഓപ്പറേഷൻ നടക്കലില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ബോധ്യാവും. ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയം മാറ്റിവെക്കുന്നതടക്കം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് അന്ന് തന്നെ അവിടുത്തെ ഹൃദയ ശസ്ത്രക്രിയയെ കുറിച്ച് പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു.
ഇനി അതാ രണ്ടാമത്തെ ഒരു ശസ്ത്രക്രിയ നടക്കുന്നത്. അവിടത്തേക്ക് 40 വയസ്സായി ഹിറാ പർവ്വതത്തിലിരിക്കുന്ന സമയത്താണ്. മഹാന്മാര് പറയുന്നു 40 വയസ്സ് അത് വഹീ സ്വീകരിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എല്ലാ അമ്പിയാക്കന്മാർക്കും അങ്ങനെ ഒരു ശസ്ത്രക്രിയ നടക്കാറുണ്ടത്രേ. അതെന്തിനു വേണ്ടിയാണ്? മാലാഖമാരുമായി സംവദിക്കാനാകണം. അവരെ കാണാനും അവരിൽ നിന്ന് വഹീ സ്വീകരിക്കാനും സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വിശ്വസിക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് നമ്മളോടൊപ്പം മലക്കുകളുണ്ട്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുബഹി നിസ്കാരം അവിടെ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടിക്ക് വരുന്ന മലക്കുകളും ഒരുമിച്ച് സംഗമിക്കുന്ന ജമാഅത്താണ്. അല്ലാത്ത നിസ്കാരത്തിലും മലക്കിന്റെ സാന്നിധ്യമുണ്ട്, ദിക്റിന്റെ മജ്ലിസിലുണ്ട്, ഇൽമിന്റെ മജ്ലിസിലുണ്ട്. നമ്മോടൊപ്പം എപ്പോഴും മാലാഖമാര് കൂട്ടിനുണ്ട്. എന്നാൽ നമ്മൾ ആരും അവരെ കാണുന്നില്ല, കേൾക്കുന്നില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അമ്പിയാക്കൾ അസാധാരണക്കാരാണ്. മാലാഖമാരെ കേൾക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ അവർക്ക് പ്രകൃതിയാൽ തന്നെ കഴിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിലാണ് ഒരു ക്രമമാറ്റം അവരിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ മുത്തുനബിക്കും 40-ാമത്തെ വയസ്സിൽ വഹീ സ്വീകരിക്കുന്നതിന് തൊട്ടു മുമ്പായി ഒരു ശസ്ത്രക്രിയ നടന്നു. പ്രധാനപ്പെട്ട 3-ാമത്തെ ഒരു ശസ്ത്രക്രിയ അത് മിഅ്റാജിന്റെ രാത്രിയിലാണ്, ഇസ്രാഇന്റെ രാത്രിയിലാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് 7 ആകാശങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ആ പ്രയാണം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ശരീരത്തിന് ശേഷി നൽകുന്നതിന് വേണ്ടി നടത്തിയ ശസ്ത്രക്രിയയാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു സ്പേസ് യാത്ര നടത്തണമെങ്കിൽ തന്നെ വളരെ വലിയ വിലപിടിപ്പുള്ള പ്രതിരോധ വാഹനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ധരിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്തിന്റെ ഒക്കെ അപ്പുറത്തേക്ക്, ഉപരിലോകത്ത് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ലോകത്തേക്ക് സ്വശരീരത്തോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ അതിന് പാകപ്പെട്ട ഒരു ശാരീരികാവസ്ഥ അവിടത്തേക്ക് നൽകുന്നതിൻ്റെ ഭാഗമായാണത്രേ അന്ന് ആ പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് വെച്ച്, സംസം കിണറിന്റെ ചാരത്ത് വെച്ച് മഹാന്മാരായ മാലാഖമാരി ഓപ്പറേഷൻ നടത്തിയത്. അങ്ങനെ പ്രവാചകരെ 3 തവണ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഓപ്പറേഷൻ ഹലീമ ബീവിയുടെ വീട്ടിൽ വെച്ച് നടക്കുകയും അവര് ഇത് കണ്ട് ആകെ ഭയന്നു വിറക്കുകയും ചെയ്തു. ഉടനെ തന്നെ ആ ഭാര്യയും ഭർത്താവും ചർച്ച ചെയ്തു, ഈ കുഞ്ഞിനെ ഇനിയും നമ്മളിവിടെ വെച്ചു പോറ്റിയാൽ ഒരു പക്ഷേ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. അവര് കരുതിയത് വല്ല പിശാചും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉടനെ തന്നെ ഉമ്മാനെ തിരിച്ചേൽപ്പിക്കണം. ലംറത്തിന്റെ കരച്ചിൽ വകവെക്കാതെ കുഞ്ഞിനെയുമായതാ അവര് മക്കയിലേക്ക് തന്നെ മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ രംഗത്തെ കുറിച്ചതാ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. മടങ്ങി മക്കയിലേക്ക് വരുന്ന സമയത്ത് ഫസമിഅത്ത് ഇൻദ ബാബി മക്ക, മക്കയുടെ അതിർത്തിയിലെത്തിയ സമയത്തതാ മഹദി കേൾക്കുന്നു, ഹനീ അല്ലക്കി യാ ബത്ഹാ മക്ക. ഓ മക്കയുടെ പ്രദേശമേ, മക്ക രാജ്യമേ, നിനക്ക് ആശംസകൾ. ആളെ കാണുന്നില്ല, മക്ക നഗരത്തിന് ആശംസ നേരുന്നു ആ ശരീരി. എന്നിട്ട് വിളിച്ചു പറയുന്നു, അൽ യൗമ യരിദു ഇലൈകിൻ നൂറു വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ. ഇന്നത്തെ ദിവസമതാ ദീനും പ്രകാശവും പ്രശോഭയും ഭംഗിയും സൗന്ദര്യവും ഒക്കെ നിന്നിലേക്ക് വരികയാണ് എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആളെ കാണുന്നില്ല. ഹലീമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫവളഅതു വഫളഅതുഹു, ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ ഒക്കത്ത് നിന്ന് താഴെ വെച്ചു. എന്തിനു വേണ്ടി? ലിയസ്ലിഹ സൗബി, എൻ്റെ വസ്ത്രം ഒന്ന് നേരെയാക്കാൻ കുഞ്ഞിനെ താഴെ വെച്ചു. പക്ഷേ ഫസമിഅതു ഹദ്ദതൻ ശദീദ, വലിയൊരു ശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പം പിന്നെ അതാ 4 വയസ്സുകാരനായ മുത്തുനബിയെ ഞാൻ കാണുന്നില്ല. ആകെ പേടിച്ചുപോയി. ഫഖുൽതു, ഞാൻ വിളിച്ചു പറഞ്ഞു, മഅശറന്നാസ്,
ഐനസ്വബിയു ഐനസ്വബിയു. ഓ നാട്ടുകാരെ, എൻ്റെ കുട്ടി എവിടെ പോയി? എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അവരെല്ലാവരും വന്നു, എല്ലാവരും അന്വേഷണം തുടങ്ങി, പക്ഷേ ആർക്കും കുട്ടിയെ കാണുന്നില്ല. ഫസാഹത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അട്ടഹസിക്കാൻ തുടങ്ങി. വാഹ് മുഹമ്മദാ, എൻ്റെ മുഹമ്മദ് എന്ന കുഞ്ഞെവിടെ പോയി എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ്. ആ സമയത്തതാ ഫൈദൻ ശൈഖുൻ ഫാനിൻ യതവക്കഉ അലാ അസാ, ഒരു പ്രായമുള്ള വയസ്സായ ആള് ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഹലീമ എന്താ നിന്റെ പ്രശ്നം? ഹലീമ ബീവി സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഇദ്ഹബി ഇല സ്വനമിൽ അഅ്ളം, അവിടെ ഹുബില എന്ന് പേരുള്ള വലിയ ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമന്റെ അടുത്ത് എന്നിട്ട് നിന്റെ സങ്കടം പറഞ്ഞോ. നിന്റെ കുഞ്ഞിനെ ആർക്കെങ്കിലും തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ആ പ്രതിമക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവിടെ പോയി സങ്കടം പറഞ്ഞോ എന്ന് പറഞ്ഞു. പക്ഷെ മഹദി അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇദ്ദേഹം തന്നെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ആ പ്രതിമയൊന്ന് വലയം വെച്ച് അതിൻ്റെ തലയിലൊരു ചുംബനം അർപ്പിച്ച് എന്നിട്ട് ആ പ്രതിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, വഹാദിഹി സഅദിയ്യ തസ്ഉമു അന്ന ഇബ്നഹാ ഖദ് ളല്ല ഫറുദ്ദഹു. ഇതാ ഈ സഅദിയ ഗോത്രക്കാരിയായ ഹലീമ പറയുന്നു, അവരെ കുഞ്ഞിനെ കാണുന്നില്ല, ആ കുട്ടീനെ തിരിച്ചു കൊടുക്കണം എന്ന് പ്രതിമയോട് പ്രാർത്ഥിച്ചപ്പോൾ അതാ ഫങ്കബ്ബ ഹുബുലു അലാ വജ്ഹിഹി, ഹുബില് എന്ന് പേരുള്ള പ്രതിമ തലകുത്തി വീഴുകയാണ്. വതസാഖത്തത്തിൽ അസ്നാം, കഅബയുടെ പരിസരങ്ങളിൽ പ്രതിഷ്ഠിച്ച എല്ലാ പ്രതിമകളും തലകീഴായി വീഴുന്നു. വഖാലത്ത് ഇലൈക അന്നായാ ശൈഖ്, ഹുബില് എന്ന് പറയുന്ന പ്രതിമ ഈ പ്രായം ചെന്ന ആളോട് പറയാ, വയസ്സാ അങ്ങോട്ട് മാറി നിൽക്ക്. ഫഹലാകുന അലാ യദി മുഹമ്മദിൻ, ഈ മുഹമ്മദ് എന്ന കുഞ്ഞിന്റെ കൈ കൊണ്ടാണ് ഞങ്ങളെയൊക്കെ നാശം വരാൻ പോകുന്നത്. ഫഅൽഖ ശൈഖു അസാഹു വർതഅദ്ദ, ആ വയസ്സൻ വടി എറിഞ്ഞിട്ട് നിന്ന് വറക്കാൻ തുടങ്ങി. ആരായി പറയണത്? ഈ പ്രതിമകളുടെ ഉള്ളിലുള്ള പിശാചുക്കളാണ്. ഓരോ പ്രതിമകളെയും പ്രതിഷ്ഠിച്ച് അതിലേക്ക് ആവാഹിച്ച് കയറ്റുന്ന എന്തിനെയാണ്? ഓരോ ശൈത്താന്മാരെയാണ്. വെറും പ്രതിമകളല്ല, പ്രതിമന്റെ ഉള്ളിൽ ശൈത്താൻ കയറും. ആ ശൈത്താനാ സംസാരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടുന്ന് ഓടിക്കുന്ന ആളാണ് ഈ മുഹമ്മദ്. അവരൊക്കെ ബേജാറായി തലകീയായി വീണു. അങ്ങനെ അത് കഴിഞ്ഞതാ ആളുകൾ മുഴുവനും പല ഭാഗത്തും തരയാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലിപ്പയുടെ അടുത്തും വിവരമെത്തി. അദ്ദേഹവും വന്ന് പലയിടത്തും തെരഞ്ഞു, കുഞ്ഞിനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഒടുവിൽ അബ്ദുൽ മുത്തലിബ് അതാ പരിശുദ്ധ കഅബ തവാഫ് ചെയ്തുകൊണ്ട് കഅബത്തിന്റെ കില്ല പിടിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദ യാ റബ്ബി ഇം മുഹമ്മദുൽ ലം യൂജദ ഫശംലു ഖൗമി കുല്ലുഹും തബദ്ദദ. പടച്ച റബ്ബേ, എൻ്റെ കുഞ്ഞ് മുഹമ്മദിനെ നീ എനിക്ക് തിരിച്ചു തരണം. ഞാൻ ഇനി ആ കുഞ്ഞിനെ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ ആ കുഞ്ഞിനെ കൈയേറ്റെടുക്കും. പടച്ചവനെ, ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ഞങ്ങളെ ജനതക്കിടയിൽ വലിയ പിളർപ്പിനും വലിയ വിഷമങ്ങൾക്കും അത് കാരണമാകും. അതുകൊണ്ട് കുഞ്ഞിനെ തിരിച്ചു തരണമേ എന്നിങ്ങനെ പറഞ്ഞ് കഅബയുടെ കില്ല പിടിച്ച് കരയുകയാണ്. അല്പം കഴിഞ്ഞ് അതാ തൻ്റെ പിന്നിൽ നിന്നൊരാളനക്കം. മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഒരു ഒട്ടകപ്പുറത്ത് സുസ്മേരവദനായി പാൽ പുഞ്ചിരിയോടെ ആ ചെറു കുഞ്ഞ് അതാ വല്ലിപ്പയെ നോക്കി ചിരിക്കുന്നു. കുട്ടിയുടെ തൊട്ടുപിറകിൽ ആജാനുബാഹുവായൊരു മനുഷ്യനുണ്ട്. ആരാണെന്നറിയോ? അത് സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ മുത്തലിബ് തങ്ങൾ ചോദിച്ചു, എവിടുന്ന് കിട്ടി എൻ്റെ കുഞ്ഞിനെ? അപ്പൊ അബൂജഹൽ പറയുകയാണ്, ഞാന് എൻ്റെ കുട്ടികളെ ആട്ടിൻപറ്റത്തെ മലഞ്ചെരുവിൽ വിട്ട് തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് ഒരു മലയിടുക്കലുണ്ട്, ഇവനിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് അവനെ എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കാദൽ ജൂഉ അൻ യഖ്തുലനി, അന്ന് വിശപ്പ് എന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു എന്നാണ്.
അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്. അങ്ങനെ അതാ അബൂജഹൽ പറയുന്നു, ഞാൻ ഇവനെ എടുത്തിട്ട് എൻ്റെ ഒട്ടകത്തിന്റെ പിന്നിൽ ഞാൻ അവനെ ഇരുത്തി, മുന്നിൽ ഞാനും ഇരുന്നു. പഠിച്ച പണി മുഴുവനും എടുത്ത് ഒട്ടകത്തെ തെളിച്ചിട്ട് ആ ഒട്ടകം അനങ്ങുന്നില്ല. അവസാനം അദ്ദേഹം പറയുകയാണ്, ഞാനതാ അത്ഭുതത്തോടെ ഞാൻ കേൾക്കുകയാണ്, കന്നന്നാക്കത്ത തഖൂൽ, ആ ഒട്ടകം വിളിച്ചു പറയുകയാണ്, യാ അഹ്മഖ് ഹുവൽ ഇമാം, ഓ വിഡ്ഢി, ഈ കുട്ടിയാണ് നേതാവ്. അതുകൊണ്ട് ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി, ഒരനുയായി ആവേണ്ടവന്റെ പിന്നിലാണോ നേതാവ് ഇരിക്കേണ്ടത്, നേതാവിനെ മുന്നിലിരുത്തണ്ടേ എന്ന് ഒട്ടകം ചോദിക്കുന്നത് പോലെ ഞാൻ കേൾക്കുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ കുഞ്ഞിനെ മുന്നിലിരുത്തി ഞാൻ പിന്നിലിരുന്നപ്പോൾ ഇതാ എൻ്റെ ഒട്ടകം അതിശീഘ്രം സഞ്ചരിക്കുന്നു, നിങ്ങളുടെ ചാരത്ത് വന്നു നിൽക്കുന്നു. ഇതൊരു വല്ലാത്ത കുട്ടി തന്നെ. ലാ നദിരി മാ നറാ മിൻ ഇബ്നിക്, നിങ്ങളുടെ ഈ കുട്ടിയിൽ നിന്ന് എന്താണ് കാണുന്നത് നമുക്കറിയില്ല തങ്ങളെ എന്ന് പറഞ്ഞ് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ മുമ്പിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് അബൂജഹൽ. ഈ സംഭവത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം റാസി ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു അബ്ബാസ് പറയുന്നു, റദ്ദഹുല്ലാഹു ഇലാ ജദ്ദിഹി ബിയദി അദുവ്വിഹി, തൻ്റെ വെല്ലുപ്പയിലേക്ക് ഈ കുഞ്ഞിനെ അല്ലാഹു തആല തിരിച്ചേൽപ്പിക്കുന്നത് തൻ്റെ ശത്രുവായ അബൂജഹലിലൂടെയാണ്. ഏതുപോലെ കമാ ഫഅല ബി മൂസാ ഹീന ഹഫിളഹു അലാ യദി അദുവ്വിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സംരക്ഷിച്ചത് പിന്നീട് മൂസാ നബിയുടെ കൊടിയ ശത്രുവായി മാറിയ ഫറോവ മുഖേനയാണല്ലോ. അതേപോലെ മുത്തുനബിയുടെ പിന്നീട് വരാൻ പോകുന്ന ശത്രുവിലൂടെയാണ് ഈ സമയത്ത് നബി തങ്ങളെ അല്ലാഹു തആല രക്ഷിച്ചത്. അല്ലാഹു തആല അബൂജഹലിനടക്കം നബി തങ്ങളെ മനസ്സിലാക്കാനുള്ള അവസരം കൊടുത്തതാ. അബൂജഹലിനെ അറിയാത്തത് കൊണ്ടല്ല മുഹമ്മദ് നബി തങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് എന്നറിയാത്തത് കൊണ്ടല്ല, അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്. അങ്ങനെ മുത്തുനബി തങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ രീതിയിലുള്ള മഹാ അത്ഭുതങ്ങളാ നടന്നത്. ഇതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല സൂറത്തുൽ ഹയിൽ ഓർമ്മപ്പെടുത്തിയത്, വവജദക ളാല്ലം ഫഹദാ, വവജദക, അള്ളാഹു അങ്ങേ എത്തിച്ചില്ല നബിയെ, ളല്ലൻ, വഴി തെറ്റിപ്പോയതായി, ഫഹദാ, അപ്പോൾ അങ്ങയുടെ വെല്ലുപ്പയിലേക്ക് അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നില്ലേ. നബി തങ്ങളെ കുട്ടിക്കാലത്ത് കഴിഞ്ഞ ഈ സംഭവം അല്ലാഹു തആല പിന്നീട് നബി തങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആര് എതിർത്താലും അള്ളാഹു നിങ്ങളെ കൂടെയുണ്ടാകും. കഴിഞ്ഞ കാലത്തൊക്കെ അതല്ലേ നിങ്ങളെ അനുഭവം എന്ന് അള്ളാഹിന്റെ ഹബീബിനെ ആക്ഷേപിച്ച ആളുകൾക്ക് മറുപടിയായി സൂറത്തുൽ ദുഹായിലൂടെ നബി തങ്ങളെ സാന്ത്വനപ്പെടുത്തി അള്ളാഹു അവതരിപ്പിച്ചതാണ്. അല്ലാതെ ഈ ആയത്തിന്റെ അർത്ഥം ചില വിവരദോഷികൾ പറയുന്നത് പോലെ നബി തങ്ങൾ ആദ്യം ഒരു വിവരവുമില്ലാതെ വഴിതെറ്റി ജീവിച്ച ആളായിരുന്നു. അങ്ങനെ അല്ലാഹു തആല മാർഗദർശനം നൽകി ഹിദായത്താക്കിയതാണ് എന്നല്ല. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാ വല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളെ കൂട്ടുകാരനായ മുത്തുനബി ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും വഴി തെറ്റിയിട്ടില്ല, പിഴച്ചുപോയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണത്തിലും അള്ളാഹുവിന്റെ പരിഗണനയിലുമായിട്ടാണ് മുത്തുനബിയുടെ എല്ലാ വരവും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ഉമ്മയുടെ കൂടെ താമസിക്കാൻ തുടങ്ങി മക്കയിൽ. 4-ാം വയസ്സിൽ വന്നു. പിന്നെ 2 വർഷമാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ മക്കയിൽ താമസിക്കുന്നത്. 6 വയസ്സ് നബി തങ്ങൾക്ക് ആയപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരാഗ്രഹം, ഈ കുഞ്ഞിന്റെ പിതാവിനെ ഏതായാലും കുട്ടിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ വാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടമെങ്കിലും എൻ്റെ മകന് കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് ഉമ്മ ചിന്തിക്കുകയാണ്. അതോടൊപ്പം വല്യപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അമ്മാവന്മാരൊക്കെ ഉള്ളതും വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന ഇന്ന് മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന പരിസരത്താണ് അവരെ താമസം. അതുകൊണ്ട് അവിടെ പോയി ആ ബന്ധുക്കളെ കൂടെ അല്പം താമസിക്കുകയും പിതാവിൻ്റെ ഖബറൊന്ന് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടതാ അടിമയായ ഉമ്മു ഐമന്റെ കൂടെ, അഥവാ അവരെ പേര് ബറക്കത്ത് എന്നാണ്, ആ സഹോദരിയെയും കൂട്ടിയിട്ട് ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ അവർ യാത്ര പുറപ്പെടുന്നു, മദീനയിൽ എത്തിച്ചേരുന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്ത്
വല്ലാത്ത സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. മദീനക്കാര് അതാ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ തനിയാവർത്തനം കണ്ട് സന്തോഷിക്കുകയാണ്. ഇപ്പോഴിതാ 6 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ മദീനക്കാരെ ഓർമ്മയിലേക്ക് വരുന്നത് ഇതേ 6 വയസ്സ് പ്രായത്തിൽ ഈ കുട്ടിയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇവിടെ നിന്ന് മക്കയിലേക്ക് യാത്ര പോയതാണ്. ആ യാത്ര പോയ ശൈബത്തുൽ ഹംദ് എന്ന അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് അതേ പ്രായത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത്. ഹൃദ്യമായ വരവേൽപ്പ്, കുടുംബ വീടുകളിൽ മാറി മാറി സൽക്കാരം, 1 മാസക്കാലം മദീനയിൽ താമസിച്ചു. അങ്ങനെ ആ സമയത്തതാ ബനു അദി ഗോത്രക്കാരുടെ കുളത്തിൽ പോയി നബി തങ്ങൾ നീന്തം പഠിക്കുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ കരയിൽ നിന്ന് തന്റെ കുഞ്ഞിനെ നീന്തുന്നത് നോക്കി നിൽക്കുന്ന സമയത്ത് മഹദിയത 2 ജൂതന്മാര് ഈ കുഞ്ഞിനെ കണ്ടപാട് അത്ഭുതത്തോടെ നിരീക്ഷിക്കുകയും അവർ പരസ്പരം അടക്കം പറയുകയും ചെയ്യുന്നത് മഹദി കേൾക്കുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഈ കുട്ടി ഈ തലമുറയിലെ ഈ സമുദായത്തിലെ പ്രവാചകനാണ്. വഹാദിഹി ദാറു ഹിജ്റത്തിഹി, ഈ മദീന ഇദ്ദേഹം ഹിജ്റ വരുന്ന സ്ഥലമാണ്. വസയകൂനു ബിഹാ മിനൽ ഖത്ലി വസ്സബി അംറുൻ അലീം, ഇവിടെ വലിയ വിപ്ലവം ഈ കുട്ടി ഉണ്ടാക്കും എന്ന് അവരിങ്ങനെ പരസ്പരം അടക്കം പറയുന്നത് മഹദി കേട്ടപ്പോൾ, മഹദി നേരത്തെ കണ്ട സ്വപ്നങ്ങളും പ്രവചനങ്ങളും ഒക്കെ മനസ്സിലുണ്ടല്ലോ. ഉടനെ മഹദി ചിന്തിച്ചു, ഇനിയും ഈ കുഞ്ഞിനെയുമായി മദീനയിൽ നിൽക്കുന്നത് ശരിയല്ല. ഇവിടെ ധാരാളം ജൂതന്മാര് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് ഉടനെ തിരിച്ചു പോകണം. അങ്ങനെ ഒരുവിധം എല്ലാവരോടും സമ്മതം വാങ്ങി തൻ്റെ പൊന്നോമനയോട് കൂടെ അതാ ആമിന ബീവി റളിയല്ലാഹു അൻഹ മക്കയിലേക്ക് തന്നെ തിരിച്ചു യാത്ര ചെയ്യുകയാണ്. കൂടെ ബറക്കത്ത് എന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും ഉണ്ട്. എന്നാൽ യാത്ര ഏറെ നീണ്ടില്ല. അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ മഹദിയുടെ മനസ്സ് തളരുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് വഫാത്തായി പോയത് മദീനയിലാണ്. ആ ഖബർ സിയാറത്ത് ചെയ്ത് അത് മകന് കാണിച്ചു കൊടുത്ത് ഇനി തിരിച്ചു പോകുമ്പോൾ മഹദിയുടെ മനസ്സ് തളർന്നിട്ടുണ്ടാവണം. യാത്ര തുടരാനാകാത്ത വിധം ആ ശരീരം തളർന്നപ്പോൾ ആളുകൾ തടിച്ചുകൂടി. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒരു പുഷ്പം പോലെ വാടി വീഴുന്നത് 6 വയസ്സുകാരനായ മുത്തുനബി നോക്കി നിൽക്കുകയാണ്. നിസ്സഹായനായ പ്രവാചകരത ഉമ്മയുടെ മരണം കണ്ട് കണ്ണു നിറക്കുകയാണ്. ഈ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ കഴിയാതെ ബറക്കത്ത് വേദനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ അതാ അവിടെ വെച്ച് തന്നെ വഫാത്താക്കുകയും അബവായിൽ മഹദിയെ മറമാടുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിന്റെ ഹബീബിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കൊന്നും അള്ളാഹു തആല പരീക്ഷണങ്ങൾ തന്നിട്ടില്ല. നബിതങ്ങൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കുന്നതിന് മുമ്പ് എന്നെ വാപ്പ മരണപ്പെട്ടു. ആ ഉമ്മാന്റെ കൂടെ ആകെ 2 കൊല്ലം ജീവിച്ചത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു യാത്ര കഴിഞ്ഞ് വാപ്പാന്റെ ഖബറും സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുന്ന വഴിയിൽ, അതും സ്വന്തം കുടുംബക്കാരെടുത്ത് വെച്ചല്ല, ഒരു യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ തളർന്നു വീണ് ഉമ്മ മരിക്കുകയാണ്. ആ വേദന എത്രയായിരിക്കും? ഇതിലൊക്കെ ഉപരിയായി മുത്തുനബിക്ക് 7 മക്കളുണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ മക്കളിൽ നിന്ന് 6 എണ്ണവും തൻ്റെ ജീവിതകാലത്ത് ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മാത്രമാണ് അവിടുന്ന് വഫാത്താകുമ്പം ഹയാത്തോടെ ഭൂമിയിലുള്ളത്. ഇതിലും വലിയ പരീക്ഷണം ഇനി എന്താണ്? അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ സീറ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അല്ലാഹു തആല ഒരു വിഷമവും തന്നിട്ടില്ല. അള്ളാഹിന്റെ നബി പറഞ്ഞിട്ടുണ്ട്, അശദ്ദുൽ ബലാഇ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു, ഏറ്റവും വലിയ പരീക്ഷണം അത് അമ്പിയാക്കൾക്കാണ് ഉണ്ടാകുക. പിന്നെ അവരെ പോലെ നല്ലവരായി ജീവിക്കുന്നവർക്കാണ് പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കുക. ഒരു പരീക്ഷണമില്ല, ഒരു രോഗമില്ല, ഒരു വിഷമവും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കല്ല, പേടിക്കണം എന്നാണ്. ഫറോവയുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, 400 കൊല്ലം ജീവിച്ചിട്ട് ഒരു തലവേദന പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല അത്രേ. അതുകൊണ്ടാണ് മൂപ്പർക്ക് തോന്നി അന റബ്ബുക്കുമുൽ ആലാന്ന്. ഒന്ന് കുലുക്കി പഞ്ചാലെന്താവും, കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. നമ്മളൊക്കെ ഒന്ന് ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടാവും. ഒരു രോഗം വരാതിരുന്നാൽ നമ്മൾ അഹങ്കാരികളായി പോകും. പക്ഷേ താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നൽകി
അള്ളാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മളൊക്കെ ദ്വാരക്കേണ്ട സംഗതി അതാണ്. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കാൻ വേണ്ടി പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പിന്നീട് ബറക്കത്തിന്റെ കൂടെ മക്കയിലേക്ക് തിരിച്ചെത്തുന്നു. ആ സമയത്തതാ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ വല്ലാതെ കരഞ്ഞുപോയി. കാരണം തൻ്റെ ഈ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് വല്യുപ്പാക്ക് വലിയ സങ്കടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വല്യുപ്പയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്നേഹം മുത്തുനബിയോട് ഇട്ടുകൊടുക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചത്, അലം യജിദ്ക യതീമൻ ഫആവാ. പരിപൂർണ അനാഥനായി അല്ലാഹു അങ്ങേ എത്തിച്ചപ്പോൾ അങ്ങേക്ക് ആദ്യം വല്യുപ്പയിലൂടെയും പിന്നീട് മൂത്താപ്പയിലൂടെയും അല്ലാഹു സംരക്ഷണം തന്നില്ല നബിയേ. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവടിഞ്ഞു എന്ന് ആരോപിക്കുന്നവരെ ആരോപണം നിങ്ങൾ അവഗണിക്കുക. അല്ലാഹു നിങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ കാണാതായെന്ന് അല്ലാഹു നിങ്ങളെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അനാഥനായപ്പോൾ നിങ്ങളെ അല്ലാഹു സനാഥനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കൂടെ അല്ലാഹു ഉണ്ട്. അങ്ങനെ അതാ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഈ മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ചരിത്രകാരന്മാര് പറയുന്നത് കാന അബ്ദുൽ മുത്തലിബ് യുക്രിമുഹു. അബ്ദുൽ മുത്തലിബ് ഈ കുട്ടിയെ വല്ലാതെ ബഹുമാനിക്കും, തന്റെ പേരക്കുട്ടിയെ വല്ലാതെ ആദരിക്കും. വയുസിറുഹു ബിഅത്യബ ത്വആമി. ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മുന്തിയ ഭക്ഷണം ഈ പേരക്കുട്ടിക്ക് കൊടുക്കും. വയുജ്ലിസുഹു ഫീ ളില്ലിൽ കഅബ. കഅബയുടെ നിഴലിൽ മക്കയുടെ രാജാവായ അബ്ദുൽ മുത്തലിബ് മാത്രം ഇരിക്കുന്ന ഒരു കസേരയുണ്ട്. ആ ഇരിപ്പിടത്തിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി ഇരുത്തും. ഫഇദാ അറാദു മൻഅഹ്. മക്കൾ വന്നിട്ട് പറയും അത് വല്യപ്പന്റെ സീറ്റാ, അവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? മഹാനവറുകൾ പറയും ദഉ ഇബ്നീ, എന്റെ കുഞ്ഞിനെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക. ഫഇന്ന ലഹു ലശഅനാ. അവൻ നിങ്ങൾ കരുതുന്ന കുട്ടിയല്ല, അവന് ചില വിഷയങ്ങളൊക്കെ വരാനുണ്ട്. കണ്ടോ, ഇതൊരു സാധാരണ അറബി പയ്യനായി വളർന്നതല്ല. എല്ലാവർക്കും അറിയാം മുത്തുനബിയുടെ അസാധാരണത്വം ജനനത്തിന്റെ മുമ്പ് തുടങ്ങിയതാണ്. ഇനി അതാ കുട്ടിക്കാലത്തും അബ്ദുൽ മുത്തലിബ് തങ്ങളടക്കം അത് തിരിച്ചറിയുകയും ആ നിലക്കുള്ള പരിഗണന കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 6-ാം വയസ്സിൽ വല്യുപ്പാന്റെ ചാരത്ത് തിരിച്ചെത്തി. 8 വയസ്സാകുന്നത് വരെ വല്യുപ്പ വല്ലാതെ സ്നേഹിച്ചു പോറ്റി. വല്യുപ്പക്ക് പ്രായമായി. 140-ാമത്തെ വയസ്സിലാണ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഉള്ളത്. ആ സമയത്ത് അവിടത്തേക്ക് രോഗം വന്നു, മരണാസന്നനായി. ആ നേരത്തതാ മക്കളെ മുഴുവനും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എല്ലാവരോടുമായിട്ട് ആദ്യം പറഞ്ഞു, ദാ നിങ്ങളോട് എനിക്ക് ചെയ്യാനുള്ള വസിയത്ത്, എൻ്റെ നേരത്തെ മരണപ്പെട്ടു പോയ അബ്ദുള്ളയുടെ പൊന്നോമന പുത്രൻ ഇതാ മുഹമ്മദ് ഉണ്ട് ഇവിടെ. ഈ കുട്ടിയെ നിങ്ങളെല്ലാവരും സംരക്ഷിക്കണം. ഇവന് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളെല്ലാവരും അവന്റെ കൂടെ നിലയുറപ്പിക്കണം, അവന് പിന്തുണ കൊടുക്കണം. വാപ്പാന്റെ വസിയത്താണ്. പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ നിന്ന് അബൂ ത്വാലിബ് എന്ന മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ത്വാലിബ്, നിന്റെയും ഈ മുഹമ്മദിന്റെ വാപ്പയായിരുന്ന അബ്ദുള്ളയുടെയും ഉമ്മ ഒന്നാണ്. അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് കുറെ മക്കളുണ്ടെങ്കിലും അത് പല ഭാര്യമാരിലാണ്. ഫാത്തിമ ബിൻത്ത് അംർ എന്ന് പറയുന്ന മഹദിയാണ് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അതേ സ്ത്രീ തന്നെയാണ് അബൂ ത്വാലിബിന്റെയും ഉമ്മ. അതുകൊണ്ട് ഉമ്മയും ബാപ്പയൊത്ത സഹോദരൻ എന്ന നിലക്ക് അബൂ ത്വാലിബിനെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചു, ഈ കുട്ടിക്ക് പല എതിർപ്പുകളും പ്രതിസന്ധികളൊക്കെ വരും, നീ മരിക്കോളം കൂടെ നിൽക്കണം. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് പരസ്യമായി മുസ്ലിമാകാൻ തയ്യാറായിട്ടില്ലെങ്കിലും മരണം വരെ മുത്തുനബിക്ക് പിന്തുണ കൊടുക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയായ കാര്യമാണ്. അങ്ങനെ ചുരുക്കത്തിൽ അവിടെ നിന്നതാ വഫാത്താകുകയാണ്. മുത്തുനബിക്ക് 8 വയസ്സുള്ളപ്പോൾ 140-ാമത്തെ വയസ്സിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഈ ലോകത്തോട് വിട പറയും. അത് കഴിഞ്ഞ് പിന്നീട് അവിടുന്ന് താമസിക്കുന്നത് അബൂ ത്വാലിബിന്റെ കൂടെയാണ്. അബൂ ത്വാലിബ് മൂത്താപ്പയാണ്. ആ മൂത്താപ്പക്കും ഈ കുട്ടിയുടെ സവിശേഷത നന്നായി അറിയാം. അബൂ ത്വാലിബ് പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം റാസി തന്നെ സൂറത്തുൽ ളുഹായുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം.
ഫകാന യുസിറുഹു അലാ ഔലാദിഹി. അബൂ ത്വാലിബ് തൻ്റെ മറ്റു മക്കളെക്കാൾ തൻ്റെ സഹോദരപുത്രനായ മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കും, തെരഞ്ഞെടുക്കും. ഹത്താ കാന മഅഹു ഹളറം വസഫറൻ യഖ്ലതം വനൗമാ. നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും മുത്തുനബിയെ കൂടെ കൂട്ടും. ഉറങ്ങുന്നത് നബിയോടൊപ്പം ചേർന്നിട്ടാണ്, ഉണർന്നിരിക്കുമ്പോഴും നബിയുടെ കൂടെ തന്നെയാണ്. വക്കാന അബൂ ത്വാലിബിൻ മുഖില്ലം മിനൽ മാലി ഫക്കാന ഇയാലുഹു ഇദാ അക്കലു ലം യശ്ബഉ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ത്വാലിബ് ഒരുപാട് മക്കളുള്ള ആളാ. അവർ ഭക്ഷണം കഴിക്കാനിരുന്നാൽ മുത്തുനബി കൂടാതെ അവരൊറ്റക്ക് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലം യശ്ബഉ, അവർക്ക് വയറ് നിറയില്ല, വിശപ്പ് മാറൂല. വൈദാ അക്കല മഅഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശബിഉ, നബിതങ്ങളും അവരെ കൂടെ കൂടി ഭക്ഷണം കഴിച്ചാലോ എല്ലാവർക്കും ഭക്ഷണം തികയും, വിശപ്പ് മാറുകയും ചെയ്യും. ഫകാന യഖൂലു, അങ്ങനെ അബൂ ത്വാലിബ് പറയുമത്രേ, ഇന്നക മുബാറക്, മോനെ നീ വല്ലാത്ത ബറക്കത്തുള്ള കുട്ടിയാണ്. നോക്കൂ നിങ്ങൾ, 8 വയസ്സിന് ശേഷം അബൂ ത്വാലിബിന്റെ കൂടെയുള്ള മുത്തുനബിയുടെ പ്രത്യേകതയാണ് ഈ കേൾക്കുന്നത്. നബിതങ്ങളെ കൂടെ ആഹാരം കഴിച്ചാൽ ഭക്ഷണം ബാക്കി, എല്ലാവർക്കും വിശപ്പ് മാറുന്നു. ഇല്ലെങ്കിലോ അവിടെ വിശപ്പ് മാറുന്നില്ല, ഭക്ഷണം തികയുന്നില്ല. അബൂ ത്വാലിബ് പിന്നെയും പറയുന്നു, വകാന യഖൂലു ഫി അവ്വലി ത്വആം, ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മക്കയിൽ അന്ന് ആർക്കും പതിവില്ലാത്ത ചില പ്രത്യേകത. അതെന്താണ്? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞ് പറയും ബിസ്മില്ലാഹിൽ അഹദ്, ഏകനായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. ഫൈദാ ഫരിഅ മിൻ ത്വആമിഹി അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ഫതഅജ്ജബ്തു മിൻഹു, ഞാൻ അത്ഭുതപ്പെട്ടു, എവിടുന്നാണ് ഈ കുട്ടി ഇതൊക്കെ പഠിച്ചത്? ആരാ ഈ കുഞ്ഞിനെ ഇത്തരത്തിലുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുത്തത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, സുമ്മലം മറമിൻഹു കദിബ, ഞാൻ ഈ കുട്ടിയുടെ കുട്ടിക്കാലത്ത് പോലും എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. വലാ ലഹക്കൻ, അതെ ഒരു പൊട്ടിച്ചിരി ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. വലാ ജാഹിലിയത്തൻ, ജാഹിലിയ കാലത്തുള്ള ഒരുപാട് തോന്നിവാസങ്ങളുണ്ട്, അതിലൊന്നിലും ഈ കുട്ടി ഏർപ്പെട്ടിട്ടില്ല. വലാ വഖഫ മഅബും വസുബിയാനിയൽ അബൂൻ, കുട്ടികളെ കൂടെ കൂടിയിട്ട് അങ്ങനെ തമാശ കളിക്കാനൊന്നും ഈ കുഞ്ഞു പോയിട്ടില്ല. ഒരു പ്രത്യേകമായ അദബും മര്യാദയും പാലിച്ചാണ് കുട്ടിക്കാലത്ത് തന്നെ മുത്തുനബി വളർന്നു വന്നിട്ടുള്ളത്. ഇതിനാണ് നേരത്തെ അല്ലാഹു തആല അവിടുത്തെ ഒരു ഓപ്പറേഷനിലൂടെ പാകപ്പെടുത്തിയത്. ഇതുകൊണ്ട് തന്നെയാണ് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞല്ലോ, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി, എൻ്റെ റബ്ബാണ് എന്നെ മര്യാദ പഠിപ്പിച്ചത്, മേത്തരം മര്യാദയാണ് അവൻ എന്നെ പരിശീലിപ്പിച്ചത്. ഒരധ്യാപകനില്ലാതെ, ഒരു വാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ പടച്ചവന്റെ തെർബിയത്തിലായി തന്നെ മുത്തുനബിയെ വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാകണം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാപ്പയെ അള്ള നേരത്തെ കൊണ്ടുപോയത്, ഉമ്മയുടെ പരിചരണം ഏറെ കൊടുക്കാതിരുന്നത്. കാരണം ലോകത്തിന് മുഴുവനും അദബും മര്യാദയും പഠിപ്പിക്കേണ്ട ഒരാള്, ആ ആളെ മര്യാദ പഠിപ്പിക്കാൻ പോന്ന ഒരു ഉമ്മ ഇവിടെയില്ല, അതിന് പാകപ്പെട്ടൊരു വാപ്പ ഇവിടെയില്ല. അതിന് യോഗ്യത റബ്ബിന് മാത്രമാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു രീതി മുത്തുനബിക്ക് അള്ളാഹു തെരഞ്ഞെടുത്തത്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേക പരിചരണത്തിലായി, തെർബിയത്തിലായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുട്ടിക്കാലം, അവിടുത്തെ ബാല്യകാലം വളരുകയാണ്. അബൂ ത്വാലിബ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വല്ലാത്ത വരൾച്ച ബാധിച്ചാൽ ഈ ബറക്കത്തുള്ള കുട്ടിയുടെ ബറക്കത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഹറമിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ആ മുഖമൊന്ന് മാനത്തേക്ക് കാണിച്ചു കൊടുത്താൽ ഞങ്ങൾക്കതാ വരൾച്ചയുള്ള കാലത്ത് ഞൊടിയുടെ കൊണ്ട് മഴ കിട്ടുമായിരുന്നു. സീറത്തുൽ ഹലബിയിൽ ആ സംഭവം കാണാം. അങ്ങനെ അബൂ ത്വാലിബ് അത് സൂചിപ്പിച്ചുകൊണ്ട് പാട്ടുപാടിയത് മുദ്രിക്കപ്പെട്ടിട്ടുണ്ട്. വാബിയലു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ വിശുദ്ധ മുഖമങ്ങ് കാണിച്ചു കൊടുത്താൽ വരണ്ട അന്തരീക്ഷത്തിൽ നിന്നതാ വളരെ പെട്ടെന്ന് മഴ വർഷിക്കുകയാണ്. ഈ വിധത്തിലുള്ള അത്ഭുതമായ ഒരു ബാല്യകാലമാണ് അള്ളാഹിൻ്റെ ഹബീബിനുണ്ടായിരുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിത രീതിയല്ല.
ഇനി നോക്കൂ നിങ്ങൾ, അബ്ദുൽ മുത്തലിബിന് അബൂ ത്വാലിബിന് ഈ കുഞ്ഞിനോടുള്ള സ്നേഹാധിക്യം കാരണം ഈ കുട്ടിയെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കച്ചവട യാത്ര ഷാമിലേക്ക് പോകുന്ന സമയത്ത് അബൂ ത്വാലിബ് ചിന്തിച്ചു, അത്രയും ദിവസം എനിക്ക് ഈ കുഞ്ഞിനെ വേർപിരിയാൻ പറ്റില്ല. പടച്ച റബ്ബിട്ട് കൊടുത്തൊരു ഹുബ്ബാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, അലം യജിദ്ക യതീമൻ ഫആവാ. നബിയെ, അവിടുന്ന് അനാഥനായപ്പോൾ അങ്ങേക്ക് അള്ളാഹു അഭയം കൊടുത്തില്ലേ? അല്ലെങ്കിൽ ഇത്ര ഒരു ഹുബ്ബൊന്നും ഒരാളെ കൽബിൽ പേരക്കുട്ടിയാണെങ്കിലും ഉണ്ടാവില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പരിഗണനയുടെ ഭാഗമായി കിട്ടിയ സ്നേഹമാണ്. അതിനാൽ അബൂ ത്വാലിബ് ചിന്തിച്ചു, എനിക്ക് വേറെ വിരിഞ്ഞിരിക്കാൻ പറ്റൂല, ഞാൻ ഈ കുട്ടിനെയും കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോയി അബൂ ത്വാലിബ് ബുസ്റ എന്ന നല്ല സ്ഥലത്തെത്തി. അവരെ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഷാമിന്റെ ഭാഗമായ ബുസ്റ. ആ ബുസ്റയിലെത്തിയപ്പോൾ ബഹീറ എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഈ കുഞ്ഞിനെ കാണാനിടയായി. ഈ കുട്ടിയുടെ പ്രത്യേകമായ സൗന്ദര്യവും മുഖത്തുള്ള പ്രകാശവും ഇതെല്ലാം കണ്ട് ആ കുഞ്ഞിനെ പരിസരത്ത് വന്ന് നിരീക്ഷിച്ചു. ആ കുട്ടിക്ക് മുകളിൽ അതാ നിരന്തരമായി മേഘം തണലിട്ട് കൊടുക്കുകയാണ്. ഈ കുഞ്ഞിന്റെ പ്രത്യേകത കണ്ടുകൊണ്ട് അയാൾ ചോദിച്ചു, മൻ ഹാദൽ ഗുലാമു മിൻകാ? അബൂ ത്വാലിബേ, ഈ കുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? കാല അബൂ ത്വാലിബ് പറയുകയാണ്, ഇബ്നി, ഇതെന്റെ മകനാണ്. ഉടനെ പുരോഹിതൻ പറഞ്ഞു, മാ ഹുവ ഇബ്നുക്? അദ്ദേഹം നിന്റെ കുട്ടിയല്ല. അപ്പം പറഞ്ഞു, അതെ, അത് എൻ്റെ സഹോദരന്റെ മോനാണ്. ഓക്കെ. എന്നാൽ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവസാനം ബഹീറ പറഞ്ഞു, ഫർജി ബിഇബ്നിക ബിഇബ്നി അഖീക, നിന്റെ സഹോദര പുത്രനെയും കൊണ്ട് നീ ഉടനെ മടങ്ങിപ്പോകണം. വഹദർ അലൈഹിൽ യഹൂദ്, ജൂതന്മാരെ പേടിക്കണം, ജൂതന്മാരെ പേടിക്കണം. അവര് പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമുള്ളവരാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ അവരെന്തെങ്കിലും ചെയ്യും. ഇബ്നു ഹിശാമിന്റെ സീറയിൽ ഈ സംഭവം കാണാം. അങ്ങനെ മൂത്താപ്പ അബൂ ത്വാലിബ് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. 12ാമത്തെ വയസ്സിലാണ് ഷാമിലേക്കുള്ള ഈ ആദ്യ യാത്ര നിബിതങ്ങൾ നടത്തുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചെത്തി. മൂത്താപ്പക്ക് ഒരുപാട് മക്കളുണ്ട്, പട്ടിണിയാണ് പല ദിവസവും. അപ്പൊ ആ പ്രയാസങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവത്വത്തിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ചില ജോലിയൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചു. പ്രായപൂർത്തിയെത്തിയതിന് ശേഷം അവിടുന്നതാ ആടിനെ മേക്കുന്ന തൊഴിലെടുക്കാൻ പോയി. എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്ത ഒരു തൊഴിലാണ് ആടിനെ മേക്കൽ. അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. കാരണം ഈ ആട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, അതിനെ തെളിച്ചും അതിനെ നിയന്ത്രിച്ചും ശീലിച്ചാൽ പിന്നെ മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേറെ ട്രെയിനിങ് ഒന്നും വേണ്ട. അപ്പം വലിയ ആട്ടും പറ്റത്തെ മേച്ചുകൊണ്ട് അതിൽ കിട്ടുന്ന കൂലി ചില്ലറ കാശും അല്പം പാലുമാണ്. അത് സമ്പാദിച്ച് മൂത്താപ്പക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ്. കാരണം നമുക്ക് സേവനം ചെയ്തതെന്നവർക്ക് തിരിച്ചങ്ങോട്ട് നമ്മളോട് കഴിയുമ്പം ചെയ്തു കൊടുക്കണം. അതാണ് വാപ്പമാരോടും ഉമ്മമാരോടൊക്കെ മക്കൾ കാണിക്കേണ്ടത്. അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മക്കൾക്ക് വേണ്ടി അവർ അധ്വാനിക്കുകയാണ്. ആ അധ്വാനിച്ചതിന് പകരം നന്ദി ചെയ്യണം. ആ നന്ദി അള്ളാഹുവിന്റെ ഹബീബ് മൂത്താപ്പയോട് കാണിക്കുകയാണ്. അങ്ങനെയുള്ള ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. എന്നാൽ യുവത്വത്തിന്റെ തുടിപ്പിലും ആ വിശുദ്ധി ഒരിക്കലും തന്നെ കളങ്കപ്പെടുത്താതെ വളരെ പവിത്രതയോടുകൂടെയാണ് അവിടുന്ന് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. വ്യാപകമായ വിഗ്രഹാരാധന നിലവിലുള്ള കാലമാണ്. ആ ആരാധന നടത്തിയിട്ടില്ലെന്നു മാത്രമല്ല, അത്തരം പ്രതിഷ്ഠകളുടെ പേരിൽ നടക്കുന്ന ഒരാഘോഷ പരിപാടിയിലും അള്ളാന്റെ ഹബീബിന്റെ യൗവനം പങ്കെടുത്തിട്ടില്ല. കറ പുരളാത്ത യുവത്വമായിരുന്നു നബിതങ്ങളുടേത്. അതേപോലെ തന്നെ മദ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചായ കുടിക്കുന്നത് പോലെ ജനങ്ങൾ കുടിക്കുന്ന സാധനമാണ്. അള്ളാന്റെ ഹബീബ് അത് രുചിച്ചു നോക്കിയിട്ടില്ല. ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ല. ഒരനാവശ്യം പറയുകയോ കേൾക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അന്നൊക്കെ ചില കല്യാണ സ്ഥലങ്ങളിൽ അവിടെ കൊട്ടും കുരവയും വീണ വായിച്ചുകൊണ്ടുള്ള ഗാനമേളകളൊക്കെ നടക്കും. ഒരു കല്യാണത്തിന് പോകുമ്പോൾ വീടിന്റെ കുറെ ദൂരത്ത് വെച്ച് തന്നെ ഈ വാദ്യസംഗീതങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അവിടെ നബിതങ്ങൾ വീണു. അങ്ങനെ പിന്നെ ഉണരുന്നത് നേരം വെളുത്തതിന് ശേഷമാണെന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ ഇസ്മത്താണ്. ഇങ്ങനത്തെ ഒരു വേണ്ടാവൃത്തിയിലേക്കും പോകാൻ അള്ളാഹു തആല സമ്മതിച്ചിട്ടില്ല. എല്ലാവർക്കും വിശ്വസ്തനാണ്.
അതുകൊണ്ട് തന്നെ നാട്ടുകാരാണ് നബിതങ്ങൾക്ക് ആ പേര് നൽകിയത്. അൽ അമീൻ, സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, നിഷ്കപടനാണ്. ഏത് സംഗതി പറഞ്ഞേൽപ്പിച്ചാലും ഏത് സമ്പത്ത് കൊടുത്തു സൂക്ഷിച്ചാലും ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരുന്ന ഒരേ ഒരു വിശ്വസ്തനായി, അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ബാങ്കായി മുത്തുനബി പ്രവർത്തിച്ചു. എല്ലാവരും അവരെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. എന്നാൽ ഒരു കണക്കും പിഴക്കാതെ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന വിശ്വസ്തനായി ആ ചെറുപ്പക്കാരൻ വളരുകയാണ്. അങ്ങനെ അതാ അവിടുത്തെ 20ാമത്തെ വയസ്സിൽ അന്ന് മറ്റൊരു സംഭവം ഉണ്ടായി. നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്നിടത്തൊക്കെ നബി തങ്ങളുടെ യുവത്വകാലത്ത് അവിടെ നിന്നുണ്ടായിരുന്നു ഹൽഫുൽ ഫുലൂൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതെന്തായിരുന്നു? ആസുബിന് വായിൽ എന്ന് പറഞ്ഞൊരു ദുഷ്ടനുണ്ട്. അള്ളാഹിന്റെ ഹബീബിനെ പിന്നീട് അബ്തർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആളാണ് ഈ ആസുബിന് വായിൽ. ആ ആസുബിന് വായിൽ സുബൈദി എന്ന് പറയുന്ന ഒരാളുടെ ചരക്ക് വാങ്ങി കാശ് ഞാൻ അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞു. ചരക്കൊക്കെ വാങ്ങിയ ആളുണ്ട്, വിറ്റ് ആൾ പൈസ ഉണ്ടാക്കി. പക്ഷേ ഈ ചരക്ക് വിറ്റ സുബൈദിക്ക് കാശ് കൊടുത്തുമില്ല. കാരണം അയാൾക്കാണെങ്കിൽ ഇയാളെ പിടിച്ച് വാങ്ങാനും പറ്റും. ഇയാളില്ല തറവാട്ടുകാരനും ഒരുപാട് മക്കളൊക്കെ ഉണ്ടായിരുന്ന ആളാ. അങ്ങനെ ഇയാള് മക്കയിലുള്ള പ്രമുഖരെ കണ്ട് പരാതി പറഞ്ഞു, എൻ്റെ കാശ് ഇയാൾ തരുന്നില്ല, ഇയാൾ മക്കയിലെ നേതാവാണല്ലോ. അങ്ങനെ 3 ഫദ്ല് എന്നു പേരുള്ള ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു കരാറാണ്. എന്താണ് ആ കരാറ്? ഇതുപോലെ ഏതെങ്കിലും ദുർബലരെ ആക്രമിക്കപ്പെട്ടാൽ അവരെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർന്നു. ഇത് നബി തങ്ങളുടെ 20ാമത്തെ വയസ്സിലാണ് ഹൽഫുൽ ഫുലൂൽ എന്ന് പറയുന്ന ഈ സഖ്യത്തിൽ നബി തങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ലൗ ദുഈതു ബിഹി ഫിൽ ഇസ്ലാമി ലഅജബ. ഇനി ഇസ്ലാമായതിനു ശേഷം അഥവാ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചതിന് ശേഷവും അതുപോലുള്ള ഒരു പൊതുവിഷയത്തിലേക്ക് എന്നെ വിളിക്കപ്പെട്ടാൽ ഞാൻ അതിൽ പങ്കാളിയാകും. അത് മറ്റൊരു തെളിവും കൂടിയാണ് നമുക്ക്. പൊതുസമൂഹം, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു നന്മക്ക് വേണ്ടി ഒരു പൊതു കൂട്ടായ്മ രൂപീകരിച്ചാൽ അതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചതും അവിടെ നിന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതുമാണ്. അപ്പൊ ഈ രീതിയിൽ അവിടുത്തെ യുവത്വത്തിന്റെ 20 വയസ്സ് വരെ നമ്മൾ കാണുകയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വലിയ മൂത്താപ്പക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്നു, കിട്ടുന്ന സമ്പാദ്യം കൊടുത്തവരെ സഹായിക്കുന്നു. അങ്ങനെ അതാ ഒരു നല്ല ജോലി വേണം, ഇതുകൊണ്ട് മൂത്താപ്പയുടെ വിഷമം തീരൂല എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു ഓഫർ വരുന്നത്. ആ ഓഫർ വരാൻ ചില സാഹചര്യം ഉണ്ടായിരുന്നു. അതെന്താണ്? 1-2 സംഭവങ്ങൾ കാണാം. ഒന്ന്, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവര് മക്കയിലെ ധനാഢ്യയായ ഒരു സ്ത്രീയാണ്. ഒരുപാട് സമ്പത്തിന്റെ ഉടമ. മക്കയിലുള്ള മൊത്തം കച്ചവടക്കാരുടെ സമ്പത്തിന്റെ അത്ര ഒറ്റക്ക് ഖദീജ ബീവിക്കുണ്ടായിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് കാണാം. ആ ബീവി അവിടുന്ന് ഒരിക്കലൊരു സ്വപ്നം കണ്ടിരുന്നു. സൂര്യൻ തൻ്റെ മടിയിലേക്ക് വന്നിറങ്ങുന്നതായുള്ളൊരു സ്വപ്നാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് അവിടുത്തെ എളാപ്പയുടെ മകനും കൂടിയായിരുന്ന വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ അന്ന് പറഞ്ഞിരുന്നു, അത് അന്ത്യപ്രവാചകരുടെ ഭാര്യയാവാനുള്ള സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് എന്ന് ആ സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുത്തിരുന്നു. ഒരു സംഭവം മനസ്സിലിട്ടു. രണ്ടാമതൊരിക്കൽ മഹദി പരിശുദ്ധമായ കാബം തവാഫ് ചെയ്ത് തൻ്റെ തോഴിമാരോടൊപ്പം ഹറമിലിരിക്കുമ്പോൾ യമനിൽ നിന്ന് വന്ന ഒരു പുരോഹിതൻ ഈ സഹോദരിമാരടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും അന്ത്യ ദൈവദൂതരുടെ ഭാര്യയാവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചോളൂ. ഈ 2 സംഭവം കൂടി മനസ്സിൽ കയറിയപ്പം അന്നു മുതൽ ഖദീജ ബീവി ചിന്തിക്കാൻ തുടങ്ങി, ആരായിരിക്കും ആ അന്ത്യ ദൈവദൂതര്? അവരെ ഭാര്യയായി തീരാൻ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തിയാൽ എന്താ? ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഹദി കുറെ ചിന്തിച്ചു, അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവാചകനാകാൻ സാധ്യതയുള്ള ആളാരാണ് ഇവിടെ? അങ്ങനെയാണ് അൽ അമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നത്. ഖദീജ ബീവി ഇതിനു മുമ്പ് 2 വിവാഹം ചെയ്തിട്ടുണ്ട്. ഉത്തയ്യഖ് ബിൻ ആബിദ് എന്ന് പറയുന്ന ആള് ആദ്യം കല്യാണം കഴിച്ചു, അതിൽ കുട്ടിയുണ്ടായി, ഉത്തയ്യഖ് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ അബൂഹാല എന്ന് വിളിക്കപ്പെടുന്ന ആള്
വീണ്ടും കല്യാണം കഴിച്ചു, അതിലും മക്കളുണ്ടായി. 3 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ 2 ഭർത്താക്കന്മാരിലൂടെ. 2 ഭർത്താക്കന്മാരും മരണപ്പെട്ടപ്പം ഖദീജ ബീവി തീരുമാനിച്ചു, ഇനി കല്യാണം വേണ്ട, ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കി മക്കളെ നോക്കി നിന്നാ മതി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല ആളുകളും വിവാഹാന്വേഷണമായിട്ട് വന്നു. കാരണം മക്കയിലെ ഏറ്റവും ധനാഢ്യയായ സ്ത്രീ, ഏറ്റവും തറവാട്ടുകാരിയായ സ്ത്രീ, ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീ, ആ സഹോദരിയെ ഇണയായി കിട്ടാൻ മുട്ടി നോക്കാത്ത ആരും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാ പ്രമുഖരും അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവരോടൊക്കെ നോ പറഞ്ഞ് ഇനി വിവാഹമില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഖദീജ ബീവി. അപ്പോഴാണ് ഈ 2 സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി സ്വയം ചിന്തിച്ചു, ആ ആൾ ആരാകാനാണ് സാധ്യത? അങ്ങനെയാണ് മഹദിയത മുത്തുനബിയെ കുറിച്ച് കേൾക്കുന്നു. ആ നബിയെ ഒന്ന് പഠിക്കണം, അൽ അമീനെ ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ജോലി വാഗ്ദാനം ചെയ്യാണ്. അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ മൈസറത്ത് എന്ന് പേരുള്ള അടിമയോട് പറഞ്ഞു, ഈ യാത്രയിൽ നിങ്ങളുടെ ഡ്യൂട്ടി അൽ അമീനെ നിരീക്ഷിക്കലാണ്. ഇവിടുന്ന് യാത്ര ആരംഭിച്ച് തിരിച്ചെത്തുന്നത് വരെ അൽ അമീനെ നിരീക്ഷിക്കണം, എന്നിട്ട് റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ അതാ അവര് ഷാമിലേക്ക് നബിതങ്ങളുടെ 2ാമത്തെ യാത്ര 25ാമത്തെ വയസ്സിൽ നടത്തുകയാണ്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അത്ഭുതത്തോടെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ വരവും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. വരുന്ന വഴിക്ക് തന്നെ അവർ കാണുന്നത് മുത്തുനബി നടക്കുന്നതിൻ്റെ കൂടെ അതാ ഒരു മേഘം ഒപ്പത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഈ അത്ഭുതം കണ്ട ഉടനെ തന്നെ മൈസറത്തിനോട് ചോദിക്കുന്നു, അല്ല മൈസറ, എന്താണ് ഈ കാണുന്നത്? ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ മുഹമ്മദിന്റെ അൽ അമീന്റെ മുകളിൽ മാത്രം ഇതാ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് മൈസറത്ത് പറയുന്നത്, ഭവതി, ഇപ്പോഴല്ല, നേരത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ ഷാമ് വരെ യാത്ര അങ്ങോട്ട് പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഞങ്ങൾ യാത്ര പോകുമ്പോൾ മേഘം ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കും, ഞങ്ങൾ നിന്നാൽ മേഘം അവിടെ നിൽക്കും. ഇതുവരെ സംഭവിച്ചിട്ടുള്ളതാണ്. ഒരിടത്തും വെയിൽ കൊള്ളാത്ത യാത്രയാണ്. വലിയ അത്ഭുതമായിരുന്നു. മറ്റൊരു സംഭവം അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ വലിയ വില പറഞ്ഞ ആളുകൾ പിടിച്ചു പറിച്ചു വാങ്ങി. എല്ലാ സാധനവും വമ്പിച്ച ലാഭം. സാധാരണ കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലാഭമാണ് ഈ കച്ചവടത്തിന് കിട്ടിയിട്ടുള്ളത്. കൂടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ആ യാത്രാമധ്യേ പ്രവാചകർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. ആ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചത് കണ്ടപ്പം ഒരു പുരോഹിതൻ ഞങ്ങളടുത്ത് വന്നിട്ട് ചോദിച്ചു, അദ്ദേഹം ആരാണ്? ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, പ്രവാചകന്മാരല്ലാതെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചിട്ടില്ല, ഇത് ഈ സമുദായത്തിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിവരമൊന്നും നേരത്തെ മൈസറത്തിനോട് ഖദീജ ബീവി പറഞ്ഞിട്ടില്ല. അപ്പം മൈസറത്തിന്റെ വിവരണവും കൂടി കേട്ടപ്പം ഖദീജ ബീവിയുടെ മനസ്സിലതാ തൻ്റെ ആഗ്രഹം പൂവണിയാൻ പറ്റുമോ എന്ന ചിന്ത അതിന് ചിറക് പിടിച്ചിരിക്കുകയാണ്. ഈ അൽ അമീന്റെ ഭാര്യയായി, അന്ത്യപ്രവാചകരുടെ ഭാര്യയായി മാറാൻ ഒരവസരം കിട്ടുമോ എന്നവിടെ നിന്ന് ആലോചിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാതെ പണ്ടാ പാട്ടിലാരോ പറഞ്ഞ മാതിരി ഖാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു എന്ന് പറയുന്നത് അത് ഖദീജ ബീവിയുടെയോ മുത്തുനബിയുടെയോ പദവിക്ക് യോജിച്ച ഒരു പാട്ടല്ല. ആ രീതിയിലുള്ള ശരീരം കണ്ടു മോഹിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. ഇത് അന്ത്യപ്രവാചകരുടെ ഭാര്യയാവണമെന്ന ഉത്കടമായ ആഗ്രഹം ഒന്ന് മാത്രം. അതിനി ബീവിയുടെ ചരിത്രത്തിന്റെ ബാക്കി നമുക്ക് അവസരമില്ല. അതൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ ഘട്ടത്തിലും തൻ്റെ എല്ലാം മുത്തുനബിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്, സമർപ്പിക്കുകയാണ്. അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷണം നടത്തുന്നു. അവിടുത്തെ അളാപ്പമാര് മൂത്താപ്പമാര് വരുന്നു, കൂടിയാലോചിക്കുന്നു. അങ്ങനെ അതാ കല്യാണം നിശ്ചയിച്ചു. നബി തങ്ങളുടെ 25ാമത്തെ വയസ്സിൽ ആദ്യത്തെ ഭാര്യയായി വരുന്നത് 40 വയസ്സുള്ള 3 മക്കളുള്ള ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. അള്ളാഹിന്റെ ഹബീബിനെ സംബന്ധിച്ച് അവിടുന്ന് സ്ത്രീകളോട് അമിതമായ ആർത്തിയുള്ള ആളാണ് എന്ന് ആരോപിക്കുന്ന
വിദൂഷകന്മാരുണ്ട്, അവരൊരു നിമിഷം നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കട്ടെ. 25 വയസ്സു മാത്രം പ്രായമുള്ള മക്കയിലെ ഏറ്റവും വലിയ തറവാട്ടുകാരനായ, ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമസ്ഥനായ ഏതൊരാളും അവിടത്തെ ഒരു ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നബി തങ്ങൾ വിവാഹം ചെയ്യുന്നത് ആരെയാണ്? 40 വയസ്സുള്ള 3 മക്കളുള്ള വിധവയായ ഒരു മഹദിയെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ മഹദിയോടൊപ്പമുള്ള ജീവിതം പിന്നെ ഏതുവരെയാണ്? നീണ്ട 25 കൊല്ലാണ്. ഖദീജ ബീവി 65-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ വേറെ ഒരു ഭാര്യയെ കുറിച്ച് അള്ളാന്റെ റസൂല് ആലോചിച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? 50 വയസ്സുണ്ടാവും. അപ്പൊ പ്രവാചകരുടെ 50 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ പ്രധാന ആയുസ്സല്ലേ അത്? ആ കാലം വരെ ഒരു ഭാര്യയോടൊപ്പാ ജീവിച്ചത്. അതാവട്ടെ തന്നെക്കാൾ 15 വയസ്സിന് മൂത്ത ഭാര്യയോടൊപ്പാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹബീബിന് ഈ ഭാര്യയെ അള്ളാഹു തആല പ്രത്യേകം സെലക്ട് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. നബി തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുക്കാൻ യോഗ്യതയുള്ള ഒരു ഭാര്യയാവണം. അത് അള്ളാഹു കണ്ടുവച്ചതാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കാരണം പ്രബോധനം എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം പരിപൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു പിതാവ് സാമ്പത്തികമായി സഹായം ചെയ്യണം, ഒരു മാതാവ് ആത്മധൈര്യം കൊടുത്ത് പിന്തുണ നടത്തണം, ഭാര്യ കൂടെ നിന്നുകൊണ്ട് സഹായിക്കണം. പക്ഷേ ഇവിടെ അള്ളാന്റെ റസൂലിന് സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ വാപ്പ ജീവിച്ചിരിക്കുന്നില്ല, സാന്ത്വനത്തിന്റെ വാക്കു പറയാൻ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. അതുകൊണ്ടൊരു 17-കാരിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊടുത്താൽ ഒരിക്കലും ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ആ ഭാര്യയെ കൊണ്ട് നബിതങ്ങൾക്കാകില്ല. അതിനാൽ പ്രവാചകരുടെ ജന്മത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ അവിടത്തെ നല്ല പാതിയായി ഖദീജ ബീവി തന്നെ വേണമെന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ഒരു പിതാവ് സമ്പത്ത് നൽകി സഹായിച്ചതുപോലെ, ഒരു മാതാവ് സ്നേഹവായ്പകൾ നൽകി സഹായിച്ചതുപോലെ, ഒരു യുവതിയായ ഭാര്യ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്ത് പിന്തുണക്കുന്നത് പോലെ ഒരേ സമയത്ത് ഈ കഴിവുകളൊക്കെ മേളിച്ച മഹദിയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ ജീവിത പങ്കാളിയായി മാറിയപ്പോൾ അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. ആരാണ് അസൂയാലുക്കൾ? നേരത്തെ ഖദീജ ബീവിയെ മോഹിച്ച് ഒരുപാട് തവണ വാതിൽ മുട്ടിയ ആളുകളുണ്ട്. അവരോടൊക്കെ നോ പറഞ്ഞതാണ്. അവർക്കൊക്കെ അസൂയുണ്ട്. അവർ പറഞ്ഞു വരുത്തി എന്ത്? ഇതാ കണ്ടോ, ഞങ്ങളെപ്പോലത്തെ വലിയ വലിയ പണക്കാരൊക്കെ നേരത്തെ ചെന്ന് ഖദീജയോട് വിവാഹാന്വേഷണം നടത്തി. അപ്പോഴൊക്കെ പറഞ്ഞു, ഇല്ല ഞാനിനി കല്യാണം കഴിക്കുന്നില്ല. ഇപ്പൊ അവസാനം കിട്ടിയത് ഏതാ? കിട്ടിയത് കയ്യിലൊരു ഈപ്പയില്ലാത്ത ആളല്ലേ, ഒരു കാശുമില്ലാത്ത ആൾ. വേറൊരു കുറ്റവും പറയാനില്ലല്ലോ. എല്ലാം തികഞ്ഞാളാ നബിതങ്ങൾ. നബിതങ്ങളെ കയ്യിൽ പണമില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് നമ്മൾ അറിയണം. ഖദീജ ബീവി ആ അവസരം മനസ്സിലാക്കുകയാണ്. എൻ്റെ ഹബീബിനോട് നാട്ടുകാർക്കുള്ള പുച്ഛപ്പെന്താണ്? കയ്യിൽ കാശില്ല എന്നുള്ളതല്ലേ. അതിനിപ്പം പരിഹാരം ഉണ്ടാക്കണം. വിവാഹം കഴിഞ്ഞ ഉടനെ പ്രമുഖരായ ആളുകളൊക്കെ ഇരുത്തി അവിടെ. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങളൊക്കെ സാക്ഷിയാവണം. തൻ്റെ കോടിക്കണക്കിന് ദീനാറുകൾ വില വരുന്ന സമ്പത്തുകളുടെ എല്ലാ പ്രമാണവും എടുത്തിട്ട് ആ സദസ്സിൽ വെച്ച് അൽ അമീന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണത്രേ. എന്നിട്ട് പറയുന്നു, ഇന്നു മുതൽ എൻ്റെ എല്ലാ സമ്പത്തിൻ്റെയും ഉടമ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് അൽ അമീനാണെന്ന് ഖദീജ ബീവി പറയുന്നു. ഇതോടെ ഒരു നിമിഷം കൊണ്ട് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മുത്തുനബി മാറുന്നു. ആളുകളെ പരാതി അവിടെ നിന്ന് പോകുന്നു. ഇത് സൂചിപ്പിച്ചുകൊണ്ടുകൂടിയാണത്ര അള്ളാഹു പറഞ്ഞത്, ഓ നബിയെ, അവിടുന്ന് കൈവലഞ്ഞവനായി ദരിദ്രനായി അള്ളാഹു എത്തിച്ചപ്പോൾ ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു അങ്ങയെ സമ്പന്നനാക്കിയില്ലേ? ഇതാണ് ഖദീജ ബീവി. നബിതങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിത. പ്രവാചകന്റെ ശരീരം കണ്ട് മോഹിച്ചതല്ല, പ്രവാചകരുടെ പ്രവാചകത്വം മോഹിച്ചതാണ്. ആ പ്രവാചകന്റെ ഭാര്യയാവാനുള്ള ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായി എല്ലാം സമർപ്പിച്ച ഒരു ഇണയായി അവിടുത്തെ ജീവിതം ആരംഭിക്കുന്നു. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൻ്റെ 3-ാം ഭാഗം നമുക്ക് നാളെ കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം ഇവിടെ സമാപിക്കുകയാണ്.
ദുആയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണേ റഹ്മാനെ. ഇബാദത്തിനോട് അതിയായ താല്പര്യം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കുറ്റകൃത്യങ്ങളോട് വെറുപ്പ് തോന്നിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, ദീനിന്റെ ചട്ടക്കൂട്ടിലൊതുങ്ങി ഹബീബിനെ ഇത്തിബാ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാർ, അയൽവാസികൾ, പ്രസ്ഥാന ബന്ധുക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളെ ഗുരുവര്യർ, മാതാപിതാക്കൾ എല്ലാവരുടെ സർവ്വരോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, മക്കൾ, മരുമക്കൾ, അമ്മോശന്മാർ, അമ്മായിമാര്, അടുത്ത ബന്ധുക്കൾ, അകന്നവർ, അയൽവാസികൾ, നാട്ടുകാർ ആരൊക്കെ മരിച്ചുപോയവരുണ്ടോ സർവ്വ മുഅ്മിനീങ്ങളുടെയും എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറുകളെ വിശാലമാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഖബറിൽ തുണയാകണേ അല്ലാഹ്. മഹ്ശറിൽ തണലേകണേ അല്ലാഹ്. ഹബീബിൻ്റെ വിരുന്നും ശഫാഅത്തും നൽകണേ റഹ്മാനെ. അവിടുത്തെ ജിവാറിലായി സ്വർഗത്തിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അവിടെ വെച്ച് നിന്റെ വജ്ഹ് ലിഖാ ചെയ്യാൻ നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا تقبل منا ولا تردنا خائبين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله നമുക്ക് നാളെ ബാക്കി ഭാഗം കാണാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും.